രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപനം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധമാക്കി മാറ്റാൻ തീരുമാനം. ഈ മാസം 17-ന് മുംബൈയിൽ മഹാറാലി സംഘടിപ്പിക്കും. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അടക്കം പ്രതിഷേധത്തിലേക്ക് ക്ഷണിക്കാനാണ് നീക്കം. വിവരങ്ങളുമായി നോബൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. നോബൽ, ഭാരത് ജോഡോ ന്യായയാത്ര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് അതിനൊപ്പം തന്നെയാണ് സമാപിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ ഉയർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയാണോ കോൺഗ്രസ്? അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ ഈ മാർച്ച് 17-ന് ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപനം മുംബൈയിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതാണ്. പക്ഷേ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്നലെ പൗരത്വ ഭേദഗതി നിയമം പ്രാവർത്തികമാവുകയും ആ നിയമം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം രാജ്യത്ത് ഉടനീളം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ആ സാഹചര്യത്തിൽ ഈ മാർച്ച് 17-ലെ മുംബൈയിലെ ഈ മഹാസമ്മേളനം, പ്രത്യേകിച്ച് ഇതിൻ്റെ സമാപന സമ്മേളനത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധ വേദിയാക്കി മാറ്റാനുള്ള നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഇതിലേക്ക് ക്ഷണിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. ആ നേതാക്കളെ മുഴുവൻ ക്ഷണിച്ചുകൊണ്ട് ഇതൊരു മഹാറാലിയാക്കി മാറ്റി അത്തരത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാട് കൂടി അറിയിക്കുന്ന ഒരു പ്രതിഷേധമാക്കി ഇതിനെ മാറ്റാനുള്ള നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. രാജ്യവ്യാപകമായി ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ന്യായയാത്രയുടെ സമാപന സമ്മേളനം, പ്രത്യേകിച്ച് അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ വേദിയാക്കി മാറ്റും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ആ സാഹചര്യത്തിൽ അതിനെ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രതിഷേധമാക്കി മാറ്റി പരമാവധി ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും പ്രധാനപ്പെട്ട നേതാക്കളെയും എല്ലാം ഇതിലേക്ക് ക്ഷണിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇതിലേക്ക് പങ്കെടുക്കുമോ എന്നാണ് ചോദ്യം. നേരത്തെ ഈ ഭാരത് ജോഡോ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ജമ്മു കാശ്മീരിൽ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ ദേശീയ തലത്തിലുള്ള നേതാക്കളായിരിക്കും ഒരുപക്ഷെ ഇതിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ, പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ മുംബൈയിലെ പരിപാടി വലിയ രീതിയിലുള്ള ഒരു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധ റാലിയാക്കി മാറ്റാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നത്. ഓക്കെ നോബൽ.